ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ കാണേണ്ടത് A+ അല്ലെങ്കിൽ ഫുൾ മാർക്സ് എയിം ചെയ്യുന്നവരല്ല. ഇത് പാസ് മാർക്സ്. അതായത് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കിനി ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള പാസ് മാർക്സ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തൊരു വീഡിയോ ആണിത്. ആ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പേപ്പറും പേനയും ഒന്നും ഇല്ലെങ്കിൽ ഓടിപ്പോയി ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലാസ് കേൾക്കാനായിട്ട്. ഇതിൽ ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് വേണം. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു PDF നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ടോപ്പിക്സ് എത്തുമ്പോൾ അത് നോക്കാം. ഓക്കെ, നോക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ചാപ്റ്റർ 1 ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം തന്നെ ബിസിനസ് എന്താണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ occupation in which people regularly engage in activities related to purchase, production, sale of goods and services with a view to earning profits. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പർച്ചേസിങ്, സെയിൽസ് ഒക്കെ ചെയ്യും. എന്തിനാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒക്യുപ്പേഷൻ, ഒരു ജോലിയാണ്. അതിൽ ആളുകൾ റെഗുലർലി ആക്ടിവിറ്റീസിൽ എനിക്കിഷ്ടം റെഗുലറായിട്ട് ഇത് ചെയ്യും. ഇപ്പോൾ ഒരാൾ ഒരു ഫോൺ മേടിച്ചു അയാളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, അത് ബിസിനസ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അത് ബിസിനസ് അല്ല. എപ്പോഴും ഫോൺ മേടിച്ച് വിൽക്കുന്ന ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അത് ബിസിനസ്സാണ്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് എളുപ്പമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതായത് ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ബിസിനസ് ആണ് എങ്കിൽ അതിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിതിൽ എല്ലാ പോയിൻറ്റ്സും ഡീറ്റെയിൽഡായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് നിങ്ങളൊന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും എളുപ്പമുള്ള ഒരു 3 പോയിൻറ്റ്സ് അവിടെ എഴുതിയിടുക. അത്രയും മതി, കൂടുതൽ നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് ഒരു 3 പോയിൻറ്റ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിലെ ഒരു 3 പോയിൻറ്റ്സ്. ആദ്യത്തെ പോയിന്റ് പറയാം, ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏർണിങ് മണി അല്ലേ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എയിം ഓഫ് ഏർണിങ് മണി. ലക്ഷ്യം എന്താണ്? പൈസ ഉണ്ടാക്കുക. അതാണ് ഇക്കണോമിക് ആക്ടിവിറ്റി. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതൊക്കെ സർവീസുകളാണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബിസിനസ്. മൂന്നാമത്തെ പോയിന്റായിട്ട് എഴുതാം, പ്രൊഡക്ഷൻ മാത്രമല്ല സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും കൂടി ഉണ്ട്. മനസ്സിലായോ? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കാം, അടുത്തത് ഒരു 3 പോയിന്റ്സ് ഞാൻ വെറുതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ ആ മെയിൻ വാക്കുകൾ മാത്രം എഴുതിയാൽ മതി. അത് എഴുതിക്കോ, എഴുതണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതും കൂടി എഴുതിക്കോ. റെഗുലർ ബേസിസ്, ആ ഒരു വാക്ക് ഓർക്കുക. റെഗുലർ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണയില്ല, എപ്പോഴും ഇത് റെഗുലറായിട്ട് കാര്യങ്ങൾ ചെയ്യണം. റെഗുലർ ബേസിസ് എന്നുള്ള പോയിന്റ് എഴുതാം. അതിൻ്റെ താഴെ എഴുത പോയിന്റ് പ്രോഫിറ്റ്. ഒറ്റ വാക്ക് പറയുള്ളൂ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ മെയിൻ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ അതാണ് പ്രോഫിറ്റ്. പിന്നത്തെ പോയിന്റാണ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ റിസ്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസറാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ആദ്യത്തെ പറഞ്ഞത് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ, ഏർണിംഗ് ഓഫ് മണി എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പറഞ്ഞു. പിന്നെ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് റെഗുലർ ബേസിസ്, എപ്പോഴും ചെയ്യണത്. നിരന്തരമായിട്ട് നമ്മൾ സെയിൽസും ഈ പറയുന്ന ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഈ കേസിൽ നിരന്തരമായിട്ട് നമ്മൾ ഏർപ്പെടണം. അപ്പോഴാണിത് ബിസിനസ് ആവുള്ളൂ. പിന്നത്തെ പോയിന്റ് പ്രോഫിറ്റ് എന്നുള്ള പോയിന്റായിരുന്നു. ഇതിൻ്റെ ലക്ഷ്യം പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. പിന്നത്തെ പോയിന്റ് റിസ്ക്. ബിസിനസ്സിൽ റിസ്ക് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ബിസിനസ്സിനെ നമുക്ക്
മെയിനായിട്ടും രണ്ടായിട്ട് തിരിക്കാം. നിങ്ങൾ എഴുതുക, ബിസിനസ്സിന് എഴുതുക, അതിൻ്റെ താഴെ രണ്ടായിട്ട് തിരിച്ചിട്ട് എഴുതണം. ഒന്ന് ഇൻഡസ്ട്രി, രണ്ട് കൊമേഴ്സ്. ബിസിനസ്സിനെ രണ്ടായിട്ട് തിരിക്കാം, ഇൻഡസ്ട്രിയിൽ നിന്നും കൊമേഴ്സിൽ നിന്നും. ഓക്കെ, ചോദിക്കും 1 വേർഡ്. അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ടൈപ്സ് ഉണ്ട്. ഇൻഡസ്ട്രി 3 ടൈപ്സ് ഉണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓക്കെ, ഇൻഡസ്ട്രീസിനെ 3ആയിട്ട് തിരിക്കാം: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറിനെ രണ്ടായിട്ട് തിരിക്കണം: എക്സ്ട്രാക്റ്റീവും ജെനറ്റിക്കും. എക്സ്ട്രാക്റ്റീവ് EXTRACTIVE, ജെനറ്റിക് GENETIC. എക്സ്ട്രാക്റ്റീവും ജെനറ്റിക്കും. എക്സ്ട്രാക്റ്റീവിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. മൈനിങ്, ഫിഷിംഗ്, അഗ്രികൾച്ചർ, ഇതൊക്കെ എക്സ്ട്രാക്റ്റീവിൽ വരുന്നതാണ്. കളക്റ്റിംഗ് എന്നുള്ളതാട്ടോ, അതായത് നമ്മുടെ എർത്തിലും സീന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സ്ട്രാക്റ്റീവ്, കളക്റ്റിംഗ്. ഓക്കെ, അതാണ് എക്സ്ട്രാക്റ്റീവിൻ്റെ. ജെനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത്, അതാണ് ജെനറ്റിക്. ജെനറ്റിക്കിൻ്റെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ പ്ലാന്റ് നഴ്സറീസ്, പോൾട്രി ഫാമിംഗ്, കാറ്റിൽ ബ്രീഡിംഗ് ഫാംസ്, ഇതൊക്കെ ജെനറ്റിക്കിലാണ്. ഈ പറയുന്ന പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ എന്നുള്ള കണക്ട് ചെയ്ത് എഴുതണം ജെനറ്റിക്. മറ്റേത് എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈനിങ്, അഗ്രികൾച്ചർ, അതൊക്കെ, ഫിഷിംഗ്, അതൊക്കെ. പിന്നത്തെ സെക്കൻഡറി ഇൻഡസ്ട്രി കേട്ടോ. സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ വരുന്നത് 2 എണ്ണമാണ്: മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും. ഓക്കെ, സെക്കൻഡറിയിൽ വരുന്നത് മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ. ഇതിൽ മാനുഫാക്ചറിങ്ങിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. അതിൽ മുമ്പ് കൺസ്ട്രക്ഷൻ എന്താണെന്ന് എളുപ്പത്തിൽ പറയാം. കൺസ്ട്രക്ഷൻ വരുന്നത് ഈ ഡാം പണിയണത്, ബിൽഡിംഗ് പണിയണത്, റോഡ്, കനാല്, ടണൽസ്, പാലം, ബ്രിഡ്ജ്, ഇതൊക്കെ പണിയുന്നത് കൺസ്ട്രക്ഷൻ. ഇനി നമ്മൾക്ക് വേണ്ടത് മാനുഫാക്ചറിങ് ആണ്. മാനുഫാക്ചറിങ്ങിനെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്: അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിങ്, അസംബ്ലിങ്. അനലിറ്റിക്കലിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഡിഫറെൻ്റ് എലമെൻറ്റ്സ്, സെയിം മെറ്റീരിയലിൽ നിന്ന് പല എലമെൻറ്റ്സ് സെപ്പറേറ്റ് ആക്കുന്നു. എന്നിട്ടുണ്ടെങ്കിൽ ഓയിൽ, അല്ലേ, അതായത് ഓയിൽ റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ പല ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് എല്ലാം എടുത്ത് മാറ്റണം. ഒരു സെയിം മെറ്റീരിയലിൽ നിന്ന് ഡിഫറെൻ്റ് എലമെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അനലിറ്റിക്കൽ. സിന്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു മിക്സ്ചർ ഓർക്കുക, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ, കുറേ സാധനങ്ങൾ, കപ്പലണ്ടിയും പിന്നെ ഇതൊക്കെ ആഡ് ചെയ്ത് ചേർത്താലാണ് മിക്സ്ചർ ആവുള്ളൂ. സിന്തറ്റിക് എന്ന് പറയുന്നത് ഈ സിമെൻറ്റ് അതിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ എന്താ പറയുക, സിന്തറ്റിക് മിക്സ്ചർ എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ സിമെൻറ്റിൽ അങ്ങനെയാണ് ചെയ്യണത്, പല ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ഓയിൽ എങ്ങനെയാണ്? അതിലത്തെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റും. അപ്പോൾ ഓയിലിൻ്റെ കേസ് അനലിറ്റിക്കൽ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നത് സിന്തറ്റിക് മിക്സ്ചർ എന്നുള്ള കോഡ് ഓർക്കുക. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്റ്റേജിലൂടെ കടന്നു പോയാലേ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ ഓർക്കേണ്ടത് ഷുഗർ, പേപ്പർ, ഇതൊക്കെയാണ്. പിന്നെ അടുത്തത് അസംബ്ലിങ്. അസംബ്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പാർട്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പുതിയ പ്രൊഡക്റ്റ്. ഇത്രേ ഉള്ളൂ. TV, കാർ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കില്ലേ. ഇതിൻ്റെ പാർട്സ് എല്ലാം കൂട്ടിച്ചേർത്ത് TVയും കാറും ഇതൊക്കെ ഉണ്ടാക്കില്ലേ, അത്. പിന്നെ നോക്കേണ്ടതാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. ടെർഷ്യറി ഇൻഡസ്ട്രിയിൽ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിങ്, ഇതെല്ലാം ടെർഷ്യറി ഇൻഡസ്ട്രിയിൽ വരും. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞത് ബിസിനസ് ആക്ടിവിറ്റീസിനെ 2ആയിട്ട് തിരിക്കാം: ഇൻഡസ്ട്രി, കൊമേഴ്സ്. അതിൽ ഇൻഡസ്ട്രിയുടെയാണ് പറഞ്ഞത്. ഇനി കൊമേഴ്സിൻ്റെ പറയാം. കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്ന 2 ടോപ്പിക്സ് ഉണ്ട്. മനസ്സിലായോ? ഈ ആദ്യം തന്നെ കൊമേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഓർക്കുക. അതായത് നമ്മളിപ്പോൾ പേഴ്സൺ എന്നുള്ള ഒരു ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടസ്സം എന്നാണ് മീനിങ്. നമ്മൾ പേഴ്സൻ്റെ തടസ്സം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, അതായത് ഇത്രേ ഉള്ളൂ, പ്രൊഡ്യൂസറും കസ്റ്റമറും തമ്മിലുള്ള കോണ്ടാക്റ്റിനെ ഇല്ലാണ്ടാവുന്നു. അതാണ് ആ ഒരു പ്രശ്നത്തിനെയാണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ അവിടെ ട്രേഡേഴ്സാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. പ്രൊഡ്യൂസറും കസ്റ്റമറും തമ്മിൽ ഉള്ള ഒരു ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യാൻ ട്രേഡേഴ്സാണ് നിൽക്കുക.
അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കിയാണ് നോക്കേണ്ടത്. പ്ലേസ്, സ്ഥലത്തിൻ്റെ തടസ്സം റിമൂവ് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ട്രാൻസ്പോർട്ടേഷൻ. റിസ്ക്, ഇൻഷുറൻസ്. ടൈം, വെയർഹൗസിംഗ്. നോളജ്, അഡ്വർടൈസിങ്. ഫിനാൻസ്, ബാങ്ക്. ഇതൊക്കെ പഠിക്കുക. ഇത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് ആണ്. ഇത്രയേ ഉള്ളൂ. ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യാനായിട്ട്, അതായത് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ ആദ്യം പറഞ്ഞത്, അത് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പ്ലേസ് എന്ന് എഴുതിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓർക്കുക. റിസ്ക്, ഇൻഷുറൻസ്. ടൈം, വെയർഹൗസിങ്. ടൈമും എല്ലാവരും തെറ്റിച്ച് ടൈമിൻ്റെ പകരം നിങ്ങൾ ടൈമും പ്ലേസും എല്ലാവരും തെറ്റിക്കും. ടൈമിൻ്റെ ആൻസർ വെയർഹൗസിംഗ് ആണ്. നിങ്ങളെല്ലാവരും പ്ലേസിൻ്റെ ആൻസർ വെയർഹൗസിംഗ് എഴുതി വയ്ക്കും. പ്ലേസിൻ്റെ ആൻസർ ട്രാൻസ്പോർട്ടേഷനാണ്. പ്ലേസ് എന്നൊരു തടസ്സം റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. ടൈം എന്ന് പറയുന്ന ഒരു പ്രശ്നം റിമൂവ് ചെയ്യാനാണ് വെയർഹൗസിംഗ്. നോളജിൻ്റെ അഡ്വർടൈസിങ്. ഫിനാൻസിൻ്റെ ബാങ്കിങ്. ഇനി നെക്സ്റ്റ് ആണ് ട്രേഡ്. ട്രേഡിൽ വരുന്നത് ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തു നിന്നുള്ളത്. എക്സ്റ്റേർണൽ എന്ന് പറഞ്ഞാൽ ഫോറിൻ ട്രേഡ്. എക്സ്റ്റേർണലിൽ 3 എണ്ണം ഉണ്ട്: എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇമ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോറിനിലേക്ക് സംഭവങ്ങളൊക്കെ കയറ്റി അയക്കുന്നു. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫോറിനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്നു. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. എന്തിനാണ്? നമുക്ക് ഉപയോഗിക്കാനല്ല, മറ്റൊരു രാജ്യത്തേക്ക് അത് എക്സ്പോർട്ട് ചെയ്യാൻ. അതിനെ റിപ്പോർട്ട് എന്ന് പറയുന്നു. ഇനി ഓക്സിലറീസ് ടു ട്രേഡ് ചോദിച്ചാൽ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, വെയർഹൗസിംഗ്, അഡ്വർടൈസിങ്. നേരത്തെ നമ്മൾ മറ്റേ ഹിൻഡ്രൻസസ് ടു ട്രേഡിൻ്റെ ആ പോയിന്റ്സ് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സിൻ്റെ സെയിം സംഭവം തന്നെയാണ് ഓക്സിലറീസ് ടു ട്രേഡിൽ വരുന്നത്. സോ ഇത്രയാണ് നിങ്ങൾ ചാപ്റ്റർ 1 ഓർക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണോ? ഇനി നമുക്ക് കുറച്ച് എക്സാമിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ്? ബിസിനസ്സിൻ്റെ ഒരു ഫീച്ചർ അല്ലാത്തത്. കണ്ടോ, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്ന് കണ്ടു കേട്ടോ. ചാടിക്കയറി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി എഴുതരുത്. നോട്ട്, ഫീച്ചർ അല്ലാത്തത്. പ്രൊഡക്ഷൻ, അത് നമ്മൾ പഠിച്ചു. എക്സ്ചേഞ്ച് ഓർ സെയിൽ, അത് പഠിച്ചു. വേജസ് ഓർ സാലറീസ് ടു ഇൻവെസ്റ്റേഴ്സ്, അത് നമ്മൾ പഠിച്ചില്ല. സോ ആൻസർ ഇസ് വേജസ് ഓർ സാലറീസ് ടു ഇൻവെസ്റ്റേഴ്സ്. റിസ്ക് എലമെൻറ്റ് പഠിച്ചാണോ? പഠിച്ചതാണ്. സോ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് വരുന്നത് ഏതാണ്? വേജസ് ഓർ സാലറീസ് ടു ഇൻവെസ്റ്റേഴ്സ്. അടുത്തത് നോക്കാം. ദ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഡാഷ് ആൻഡ് ഡാഷ്. ബിസിനസ്സിനെ മെയിൻലി 2 ആയിട്ട് തിരിക്കാം: ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ചാടിക്കേറി ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ് എന്നൊന്നും എഴുതിയേക്കരുത്. ആൻസർ ഇസ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. മൂന്നാമത്തെ നോക്കിയേ, ജനറ്റിക് ഇൻഡസ്ട്രി ഇതിൽ വരുന്നതാണ്. ജനറ്റിക് എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. എന്താണ് ജനറ്റിക്കിൻ്റെ വരുന്നത്? നമ്മൾ ജനറ്റിക്കിൽ കളക്ട് ചെയ്തെടുത്ത് എക്സ്ട്രാക്റ്റീവ് ആയിട്ടോ, തെറ്റിപ്പോയി. ജനറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപ്രൊഡക്ഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ്. അപ്പോൾ അതിൽ കാറ്റൽ ബ്രീഡിംഗ് ആണ്. എക്സ്ട്രാക്റ്റീവിൽ വരുന്നതാണ് ഏത്? നമ്മൾ കളക്ട് ചെയ്ത് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫിഷിംഗ്. ടെർഷറി ഇൻഡസ്ട്രിയിൽ വരുന്നത് വെയർ ഹൗസിംഗ്. എന്ത് എലമെൻറ്റ്, എന്ത് പ്രശ്നം റിമൂവ് ചെയ്യാനാണ് വെയർ ഹൗസിംഗ്? ടൈം എന്നൊരു പ്രശ്നം റിമൂവ് ചെയ്യാനാണ് വെയർ ഹൗസിംഗ് ഉപയോഗിക്കുന്നത്. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ഗോഡൗൺ ഒക്കെ ഇല്ലേ, അതാണ് സംഭവം. ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഡാഷ് ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഞാൻ പഠിപ്പിച്ചാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ത് റിമൂവ് ചെയ്യാനാണ്? റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. ഓക്കെ, പ്ലേസ് എന്നുള്ള ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യാനാണ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 1 കുറച്ച് ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.